POKയിൽ നിന്നും പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണം. സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രി 1947 ഓഗസ്റ്റ് 15 സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചനം നേടിയ ഭാരതത്തിൻ്റെ അങ്ങ് വടക്ക് ഡൽഹി ചെങ്കോട്ടയിൽ 2.5 നൂറ്റാണ്ടുകാലം നമ്മെ അടക്കി വാണു വച്ചിരുന്ന ബ്രിട്ടീഷുകാരൻ്റെ കറുത്ത പതാക വലിച്ചു താഴ്ത്തി ഭാരതത്തിൻ്റെ മൂവർണാങ്കിത പതാക വാനിലുയർന്നപ്പോൾ, ആസേത് ഹിമാചലം സ്വാതന്ത്ര്യത്തിൻ്റെ അലകളുയർന്നപ്പോൾ, ഇങ്ങ് വടക്ക് കിഴക്ക് നവഖാലിയുടെ തീരത്ത് അർത്ഥനഗ്നനായ ഫക്കീറെന്ന് ബ്രിട്ടീഷുകാരനാൽ വിളിക്കപ്പെട്ട ഒറ്റമുണ്ടെടുത്തൊരു ഊന്നുവടിയുമായി ഒരു കുറിയ മനുഷ്യൻ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയ്ക്ക് ഈശ്വര അള്ളാ തെരേ നാം പാടിക്കൊണ്ട് ഹിന്ദുവും മുസൽമാനും തമ്മിൽ വഴക്കുണ്ടാക്കരുത്, രക്തച്ചൊരിച്ചിലുണ്ടാക്കരുതെന്ന് പാടി നടന്നു. ബ്രിട്ടീഷുകാർ, ഇന്ത്യ കാണാത്ത ബ്രിട്ടീഷുകാരനായ സായിപ്പ്, ഇന്ത്യയിൽ ഒരു പ്രാവശ്യം പോലും വന്നിട്ടില്ലാത്ത സായിപ്പാണ് ഇന്ത്യക്കൊരു അതിർത്തി വരച്ചത്. അതിൽ അദ്ദേഹം ഒരു ഭൂപടം എടുക്കുന്നു. ആ ഭൂപടത്തിൽ അഖണ്ഡ ഭാരതമായി കിടന്ന ഇന്ത്യയും നേപ്പാളും ശ്രീലങ്കയും ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എല്ലാം കൂടി കിടന്ന അഖണ്ഡ ഭാരതത്തിൻ്റെ ഭൂപടമെടുത്തിട്ട് അതിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വെളിവില്ലാതെ ഒരു വര വരയ്ക്കുന്നു. ആ കാശ്മീരിലെ മഞ്ഞുമലകളിൽ ആ വര ആർക്കാണ് കണ്ടെത്താൻ കഴിയുക എന്ന് പോലും അറിയാതെ ഒരു വര വരച്ചതിന് ശേഷം ഇതിനിപ്പുറത്തുള്ളവർ പാകിസ്ഥാനുള്ളവർ, അതിനിപ്പുറത്തുള്ളവർ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞ് വരച്ചു വെച്ചു. അങ്ങനെ ഇന്ത്യക്കാരെന്നും പാകിസ്ഥാൻകാരെന്നും വരച്ചു വച്ച വരയുടെ ഭൂപടത്തിൽ വരച്ച ഒരു വരയുടെ ഫലമായി മുഹമ്മദ് അലി ജിന്നെ പ്രധാനമന്ത്രിയായിട്ട് കുറേ ആളുകൾ പാകിസ്ഥാനിലേക്ക് പോവുകയും ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി കുറേ ആളുകൾ ഇന്ത്യയിൽ നിൽക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് പലായനം ചെയ്തു പോയത്. ഗംഗയും സിന്ധുവും കാവേരിയും എല്ലാം പങ്കുവയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നു. ഗംഗ ഇന്ത്യക്ക് കിട്ടിയപ്പോൾ സിന്ധു പാകിസ്ഥാൻ കൊണ്ടുപോയി. അങ്ങനെ വളരെ വലിയ ദുഃഖമുണ്ടാക്കിയ, തങ്ങളാരാണെന്നറിയാതെ ബന്ധുമിത്രാദികൾ 2 രാജ്യത്തുമായി പോയ ആ മുറിവിൻ്റെ വേദനകൾ ഇതുവരെയും ഉണങ്ങിയിട്ടില്ല. ഇപ്പോഴിതാ ഇന്ത്യൻ ഓക്കുപ്പൈഡ് പാകിസ്ഥാനെന്നും കാശ്മീരെന്നും പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരെന്ന് പറഞ്ഞ് 2 വിഭാഗം ഇന്നും തമ്മിലടിക്കുന്നു, അശാന്തമായി കഴിയുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികത്തിലേക്ക്, 70 വർഷം കഴിഞ്ഞ് 100ാം വാർഷികത്തിലേക്ക് വികസിത ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യ നീങ്ങുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും വേശ്യാവൃത്തിയുടെയും പട്ടാള ഭരണത്തിൻ്റെയും ദുരന്തങ്ങളുടെ ഭൂമിയായി പാകിസ്ഥാൻ മാറുമ്പോൾ, പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിലുള്ള പാവപ്പെട്ട ജനങ്ങൾ പറയുന്നു, ഞങ്ങൾ പാകിസ്ഥാനിലേക്കില്ല, ഞങ്ങൾക്ക് ഇന്ത്യയുടെ വാതിൽ തുറന്നു തരൂ. 140 കോടി വരുന്ന ഇന്ത്യയിലെ ആസേത് ഹിമാചലം ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും സിഖുകാരനെയും പാഴ്സിക്കാരനെയും സകല ജാതിമത വ്യവസ്ഥയിലുള്ളവനെയും ഏകോദര സഹോദരൻ പോലെ കാണുന്ന ഭാരതമണ്ണിലേക്ക് ഞങ്ങൾക്ക് കൂടി ഗേറ്റ് തുറന്നു തരൂ, ഞങ്ങൾക്ക് ആഹാരം തരൂ എന്നാണ് പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തുകൾ തുടരുന്നതിനിടയിൽ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാദേശിക നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. കാലത്തിൻ്റെ കാവ്യനീതി പോലെ ആ ബ്രിട്ടീഷുകാരൻ ആ മാപ്പിൽ ഭൂപടത്തിൽ വരച്ച ബ്രിട്ടീഷുകാരൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എങ്കിൽ പോലും അവരുടെ പിന്മുറക്കാർ ഇത് കാണുന്നുണ്ടാകും. ഒരാളിൻ്റെ തലയിലുദിച്ച ഭൂതോദയമില്ലാത്ത പ്രവൃത്തിയുടെ ഫലമായി ജോയിൻ്റ് ആവാമി ആക്ഷൻ കമ്മിറ്റി നേതാവായ സർദാർ അമൻ ഖാനാണ് ഇന്ത്യയുടെ അടുത്ത ബന്ധം സ്ഥാപിക്കണമെന്നും മാനുഷിക പരിഗണന നൽകി ഇന്ത്യൻ സഹായങ്ങൾ എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടത്. റാവലക്കോട്ടയിലെ ഈദ്ഗാഹ് ഗ്രൗണ്ടിൽ നടന്ന വൻ പ്രതിഷേധ റാലിയിലാണ്, പാകിസ്ഥാനെതിരെയുള്ള പ്രതിഷേധ റാലിയിലാണ് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയുടെ സഹായം ഞങ്ങൾക്ക് വേണം. ഇവിടെ ഭക്ഷണ സാധനങ്ങൾക്ക് വലിയ ക്ഷാമമാണ്. ആളുകൾ പരസ്പരം മല്ലടിച്ച് ദാഹജലത്തിന് വേണ്ടി രക്തമൂറ്റി കുടിക്കേണ്ട രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഞങ്ങൾക്ക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വഴി വളരെ വ്യാപകമായി അദ്ദേഹം അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. നിയന്ത്രണരേഖ വഴിയുള്ള സിവിൽ യാത്രകൾക്കായി പൂഞ്ച്, ദോദ മേഖലകൾ തുറന്നു നൽകാൻ ഇന്ത്യ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം മൂലം ജനങ്ങൾ ദുരിതത്തിലാണെന്നും സ്ഥിതി വഷളായാൽ ജനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് മാറാൻ അനുവാദം നൽകണമെന്നുമാണ് ആ പ്രാദേശിക നേതാവിൻ്റെ ദയാവായ്പോട് കൂടിയുള്ള അഭ്യർത്ഥന. കഴിഞ്ഞ ഒരു മാസക്കാലമായി POKയിൽ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ പാകിസ്ഥാൻ അധീനതയിലിരിക്കുന്ന കാശ്മീരിൽ
പാക് ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. റാലിയിൽ പങ്കെടുത്ത ജനങ്ങൾ POK പാകിസ്ഥാൻ്റെ ഭാഗമല്ല, പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ POK എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗമല്ല എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം വെടിയുണ്ടകൾ കൊണ്ടാണ് അധികൃതർ മറുപടി നൽകിയെങ്കിൽ തങ്ങളുടെ വഴി നേടേണ്ടി വരുമെന്ന് അമൽ ഖാൻ മുന്നറിയിപ്പ് നൽകി. പാക് സുരക്ഷാ സേനയുടെ കടുത്ത അടിച്ചമർത്തലുകൾക്കിടയിൽ മേഖലയിൽ ഭക്ഷണവും മരുന്നിനും കടുത്ത ക്ഷാമമാണ് നേരിടുന്നത്. പ്രതിഷേധത്തിനിടെ ഇതിനോടകം ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഒരു രാജ്യത്തെ മറ്റൊരു കൊളോണിയൽ ഭരണം വന്ന് വെട്ടിമുറിച്ചതിന് ശേഷം അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എത്ര വലുതാണ്. ഈ സാഹചര്യത്തിൽ തങ്ങളെ സഹായിക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന് പരസ്യമായ ആഹ്വാനം പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ നിന്നുള്ള സമര നേതാക്കളിൽ നിന്ന് ദയാവായ്പിൻ്റെ രൂപത്തിൽ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇസ്ലാമാബാദിലെ ഭരണകക്ഷികൾ തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്ന പാറ്റേൺ കേവലം യാദൃശ്ചികമല്ലെന്നും POKയിലെ രാഷ്ട്രീയ സാഹചര്യം സങ്കീർണമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിലെ സാഹചര്യം മോശമായാൽ നിയന്ത്രണ രേഖയിലേക്ക് നീങ്ങാൻ തയ്യാറാണോ എന്ന അമൻ ഖാൻ്റെ ചോദ്യത്തിന് തയ്യാറാണെന്ന മറുപടിയാണ് ജനക്കൂട്ടം പറയുന്നത്. വളരെ ഗൗരവതരമായ ഒരു പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ നടക്കുന്നത്. പാക് അധീന കാശ്മീരിൽ നടക്കുന്ന ഒരു ജനത മോചനത്തിന് വേണ്ടി സമരം ചെയ്യുന്നു. അവരെ പട്ടാളത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നു. അവർക്ക് മരുന്നില്ല, അവർക്ക് ഭക്ഷണമില്ല, ആയിരങ്ങൾ മരിക്കുന്നു. അപ്പോൾ അവർ തങ്ങളുടെ പൂർവ്വരാജ്യമായ ഇന്ത്യയിലേക്ക് അഭയം തേടാൻ അവർ അഭ്യർത്ഥനയുമായി നിൽക്കുന്നത് കാഴ്ച വളരെ ദയനീയമാണ്. എന്താണ് ഇന്ത്യ ചെയ്യുകയെന്ന് നമുക്കറിയില്ല. എന്താണ് പാകിസ്ഥാൻ ഭരണകൂടം ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. അതിനേക്കാൾ പ്രധാനം ഈ ഭക്ഷണവും മരുന്നും കിട്ടാതിരിക്കുന്ന വലിയൊരു ജനക്കൂട്ടം മോബിൻ്റെ സൈക്കോളജി എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. അവർ ഇന്ത്യയിലേക്ക് ഇരച്ചു കയറുമോ അതോ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ശക്തമായ കലാപം തീർക്കുമോ എന്നുള്ളത് കാലം കാത്തുവയ്ക്കുന്ന കാവ്യനീതിയാണ്. നമുക്കൊരിക്കലും ഇത് പറയാൻ കഴിയാത്ത രീതിയിൽ പാക് ഓക്കുപ്പൈഡായിട്ടുള്ള കാശ്മീർ നിൽക്കുകയാണ്. അത് ഇന്ത്യക്ക് വിട്ടുതരുമോ എന്നുള്ളതും വളരെ ഗൗരവതരമായ ചോദ്യമാണ്. കാശ്മീർ എന്ന താഴ്വര ഭൂമിയിലെ പറുദീസയാണെന്നും ഭൂമിയിലെ സ്വർഗമാണെന്നും പറയുമ്പോൾ പകൽഗാമുകൾ ഉണ്ടാക്കുന്ന മുറിവുകൾ നമ്മൾ മറന്നു പോകരുത്. അതിനിടയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നൊരിടമായി പാകിസ്ഥാൻ മാറിയപ്പോൾ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ പുതിയ വാതിലുകൾ തേടുകയാണ്.